വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി കാണിച്ചു തരാനാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു വെള്ളപ്പൊക്കെ അറിയുന്നവരെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് കണ്ടാലോ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി കാണിച്ചു തരാനാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു വെള്ളപ്പൊക്കെ അറിയുന്നവരെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് കണ്ടാലോ. കുറച്ച് മതി. അപ്പോൾ 3 ഗ്ലാസ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്യുക. അത് ആ പൊടിയിൽ ജസ്റ്റ് കുഴച്ചിട്ട് നമ്മൾ അത്യാവശ്യം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പൊടി വയ്ക്കില്ലേ, അതേപോലെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കുഴച്ച് ഒരു ബോൾ പോലെ ആക്കി വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ 2 പ്ലേറ്റിൽ നമ്മൾ ജസ്റ്റ് ഒരു പ്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആട്ടപ്പൊടി ജസ്റ്റ് വിതറിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ചെറിയ പീസാക്കിയിട്ട് പൊടിയിൽ നിന്ന് ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അത് ഒരു ഷേപ്പാക്കി ഉരുട്ടി പ്ലേറ്റിലിട്ട് ഇടാം. ഇത് ആ പൊടി നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമ്മൾ എടുത്തൊരു ഷേപ്പാക്കിയിട്ട് നമ്മളതെടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങ, 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ആവശ്യത്തിന് എത്രയാണ് നമുക്ക് വേണ്ടത് അത്ര. പിന്നെ ഒരു പഴം ചെറിയ കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഏലക്ക, നമ്മളൊരു 8-10 ഏലക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് ഈ ഏലക്കയും തേങ്ങയും കൂടി നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇത് അത്യാവശ്യം അരിഞ്ഞിട്ടില്ല, നമ്മൾ കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രമാണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മൾ ആദ്യം എടുത്ത 2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുത്തു. ആ തേങ്ങ നമ്മൾ മിക്സിയിലിട്ട് ഏലക്കായിട്ട് മിക്സിയിലിട്ട് അടിച്ച തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടിട്ടുണ്ട്, കാരണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ആവശ്യത്തിന് കുറച്ച് ഉപ്പെടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഈ മുല്ലപ്പൂക്കറി, ഈ മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം നമ്മളെടുത്തിട്ട് നമ്മളുണ്ടാക്കി ഷേപ്പാക്കി വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം അടി പിടിക്കാതെ നമ്മൾ നോക്കണം. ചെറിയ ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ. പിന്നെ ഇതൊന്ന് തിളച്ച് ചൂടായി വരുന്ന സമയത്ത് നന്നായി അത്യാവശ്യം തിളച്ച് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ പഴം മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പഴം എടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുല്ലപ്പൂക്കറി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്